പ്രിയമുള്ളവരെ, വീണ്ടും ഒരു പ്രഭാതം നമ്മുടെ മുന്നിൽ ആഗതമായിരിക്കുന്നു. ഇന്ന് ഞാൻ നിങ്ങളുമായി സംവദിക്കാൻ പോകുന്നത് ശത്രുവും മിത്രവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചാണ്. ആരാണ് ശത്രു, ആരാണ് മിത്രം? നമുക്കറിയാം, ചരിത്രം മുഴുവനും പരിശോധിച്ചാൽ മിത്രങ്ങളായിരുന്നു ശത്രുക്കളായി മാറിയത്. ഇതൊക്കെ ചെറിയ നമുക്ക് ഇഷ്ടമല്ലാത്ത കാര്യം ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോൾ നമ്മളുടനെ എത്ര പ്രിയപ്പെട്ട കൂട്ടുകാരായാലും പ്രിയപ്പെട്ടവരായാലും ഉടനെ നമ്മളെ വെറുക്കാൻ തുടങ്ങും. പിന്നെ അതുവരെ ഇല്ലാതിരുന്ന എല്ലാ കുറ്റങ്ങളും അവർ ക്രിയേറ്റ് ചെയ്യും. അതുവരെ നമ്മൾ വളരെ വേണ്ടപ്പെട്ടവരായിരുന്നു, സ്തുതി പാഠകരായിരുന്നു എല്ലാവരും. ഒരു സെക്കൻഡ് പിഴച്ചപ്പോൾ, എന്തെങ്കിലും ഒരു ചെറിയ അപശ്രുതി നമ്മളിൽ നിന്നും വന്നു കഴിയുമ്പോൾ ആ നിമിഷം മുതൽ എല്ലാവരും പഴി പറയാൻ തുടങ്ങും. ഇതാണ് നമ്മുടെ മൈൻഡ്. അപ്പോൾ നമ്മുടെ ഈ സ്നേഹബന്ധങ്ങളും സുഹൃത്ത് ബന്ധങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നത് ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിലാണ്. നമ്മൾ ചിലപ്പോൾ നമുക്ക് ഇഷ്ടമില്ലാതായാലും കണ്ടില്ലെന്നും കേട്ടില്ലെന്നും നടിക്കേണ്ടിയിരിക്കുന്നു. ചില സമയം നമുക്ക് ഇഷ്ടമില്ലാത്ത, നമ്മളെ വെറുപ്പിക്കുന്ന, മുഷിപ്പിക്കുന്ന കാര്യങ്ങളായിരിക്കാം. പക്ഷേ അപ്പോഴും സുഹൃത്തിന് വേണ്ടി നമ്മൾ ത്യജിക്കുന്നു, ക്ഷമിക്കുന്നു. അതാണ് ആത്മാർത്ഥ സുഹൃത്ത് ബന്ധം. അവിടെ എന്തും നമുക്ക് ചർച്ച ചെയ്യാം. അവിടെ അതിരുകളില്ല, മതിലുകളില്ല, പ്രോട്ടോക്കോളിലൊന്നും തന്നെയില്ല. ഹൃദയവും തമ്മിലുള്ള ഒരു പ്രണയമാണത്. അതെല്ലാ മേഖലകളിലും അങ്ങനെയുള്ള ചില ബന്ധങ്ങളുണ്ടാവും. അവർ മരിച്ചു കഴിഞ്ഞാൽ പോലും വേറിട്ട് പോവുകയില്ല. ഇതാണ് ശാശ്വതമായ അൺകണ്ടീഷൻ ലവ് എന്ന് പറയുന്നത്. അതൊരു അണ്ടർസ്റ്റാൻഡിങ്ങാണ്. ഈ തിരിച്ചറിവില്ലാതെയാണ് മനുഷ്യൻ ഇന്ന് ഭൂമിയിൽ ധാരാളം പേർ പ്രണയത്തിലാകുന്നു. ഏതാനും ദിവസങ്ങൾ കൊണ്ട്, മാസങ്ങൾ കൊണ്ട്, അല്ലെങ്കിൽ വർഷങ്ങൾ കൊണ്ട് അത് പിരിഞ്ഞു പോകും. പിന്നെ അവർ ശത്രുക്കളായി ധാരാളം പ്രോബ്ലംസ് അവിടെ ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങും. വെറുത്തവരെല്ലാം മിത്രങ്ങളായിരുന്നു, സ്നേഹിച്ചവരായിരുന്നു വെറുത്തവർ. അപ്പോൾ ഇന്നത്തെ സ്നേഹം നാളത്തെ വെറുപ്പായി മാറാനുള്ള സാധ്യത അനന്തമാണ്. ഇതെപ്പോഴും നമ്മൾ ഓർത്തിരിക്കേണ്ടത്. നമ്മുടെ കുടുംബജീവിതത്തിലാവട്ടെ, സാമൂഹ്യ ജീവിതത്തിലാവട്ടെ, എപ്പോഴും താഴോട്ട് വീഴാം, പാളിച്ചകൾ പറ്റാം. മനുഷ്യ മനസ്സ് അങ്ങനെയാണ്. അത് റോബോട്ട് പോലെ എപ്പോഴും ഒരുപോലും ആക്കാൻ പറ്റില്ല. ചില സമയം അത് നമ്മളെ വഴിതെറ്റിച്ചേക്കാം. അതിന് 100 കാരണങ്ങൾ നമ്മുടെ മുന്നിലുണ്ടാവും. അപ്പോഴും നമ്മൾ ഉണർന്ന ബോധത്തിൽ തെറ്റുകൾ തിരുത്തി ക്ഷമാപണത്തോടുകൂടി, വിനയത്തോടുകൂടി നമ്മുടെ സ്നേഹബന്ധം മുന്നോട്ട് പോകണമെന്നുള്ള ധാരണയോടുകൂടി വീണ്ടും നമ്മൾ ജോയിൻ ചെയ്യാമെന്നുള്ളതാണ്. അങ്ങനെ ഒരു മാനസികാവസ്ഥ നമുക്കുണ്ടാകുമ്പോൾ പിന്നെ നരകമെന്ന സംഭവമില്ല. പിന്നെ നരകത്തിൽ സ്വർഗം പണിയാം. സ്വർഗം തേടിപ്പോകേണ്ട ആവശ്യമില്ല. നമ്മൾ എവിടെയാണോ അവിടെ നമുക്ക് സ്വർഗം ക്രിയേറ്റ് ചെയ്യാം. ഇത് മനസ്സാണ്. ഇത്രമാത്രം. എല്ലാവർക്കും ശത്രുവിനെ മിത്രങ്ങളാക്കുവാനുള്ള സഹനശക്തി ഉണ്ടാവട്ടെ, സംയമനം ഉണ്ടാവട്ടെ, ക്ഷമയുണ്ടാവട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.